വല്ല ആവശ്യമുണ്ടോ നോക്കൂ, ഓഫർ ചെയ്യണേ. എന്തിനാ? അത് മനസ്സിനെ ഇളക്കാൻ വേണ്ടി ആണ്. മനസ്സ് ലോഭം എന്നൊരു സംഗതി ഉണ്ട് മനസ്സിലേ. 2-3 തവണ നിർബന്ധിച്ചാൽ എന്തായി, എന്നാ അങ്ങനെ ആവാല്ലേ എന്ന് തോന്നും അല്ലേ? മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, കാച്ചിന പാല് തരേൻ കർക്കണ്ട ചീനി തരേൻ, കാച്ചിന പാല് തരേൻ കർക്കണ്ട ചീനി തരേൻ, കൈ നിറയെ വെണ്ണൈ തരേൻ, വെയിലിലെ നീ പോക വേണ്ട, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. കാച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട, കാച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട, ഉല്ലാസമായി മാട് മേയ്ത്ത് ഒരു നൊടിയിൽ തിരുമ്പിടുവേൻ, പോക വേണം തായേ തടை சொல்லிடாத നീയേ, പോക വേണം തായേ തടை சொல்லாத നീയേ, മാട് മേയ്ക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. യമുനാ നദിക്കരയിൽ எப்பொழுதும் கள்வர் பயம், யமுனா நதிக்கரையில் எப்பொழுதும் கள்வர் பயம், கள்வர் வந்து உன்னை அடித்தால் கலங்கிடுவே கண்மணியே, மாடு மேய்க்கும் கண்ணே நீ போக வேண்ட சொன்னேன். கள்வருக்கு கள்வருண்டோ கண்டதுண்டோ சொல்லும் அம்மா, கள்வருக்கு கள்வருண்டோ கண்டதுண்டோ சொல்லும் அம்மா, கள்வர் வந்து என்னை அடித்தால் கண்டம் துண்டமாக்கிடுவேன், போக வேண்டும் தாயை தடை சொல்லாத நீயே, போக வேண்டும் தாயை தடை சொல்லாத நீயே. கோவர்தனகிரியில் ഘോരமான മൃഗങ്ങൾ ഉണ്ട്, ഗോവർദ്ധനഗിരിയിൽ ഘോരமான മൃഗങ്ങൾ ഉണ്ട്, സിംഹം പുലി കരടി വന്നാൽ കലങ്കിടുവേ കൺമണിയെ, മാട് മേയ്ക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേൻ. കാട്ടു മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും, കാട്ടു മൃഗങ്ങളെല്ലാം என்னை கண்டால் ஓடி வரும், கூட்டமாக ஓடி வந்தால் வேட்டையாடி ஜெயித்திடுவேன், போக வேணும் தாயை தடை சொல்லாத நீயே, போக வேணும் தாயை தடை சொல்லாத நீயே. பிரியமுள்ள நந்தகோபர் பாலன் எங்கே என்று கேட்டால், பிரியமுள்ள நந்தகோபர் பாலன் எங்கே என்று கேட்டால் என்ன பதில் சொல்லிடுவேன், எக்கமுடன் தேடிடுவேன், மாடு மேய்க்கும் கண்ணே நீ போக வேண்ட சொன்னேன். வெறியிலே பாலருடன் பந்து விளையாடுகிறேன், வெறியிலே பாலருடன் பந்து விளையாடுகிறேன், கண்ணே என்று குரல் கொடுத்தால் ஓடி வந்து நிந்திடுவேன், போக வேண்டும் தாயை தடை சொல்லாத நீயே, மாடு மேய்க்கும் கண்ணே நீ போக வேண்ட சொன்னேன், போக வேண்டும் தாயை தடை சொல்லாத നീയേ. യശോദയമ്മയുടെയും കണ്ണൻ്റെ തർക്കം, അതും ഒരു രസമല്ലേ? കാരണം എന്താ? അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഫലിതം മധുരം ഭ്രമരം മധുരം മധുരാധിപതേ അഖിലം മധുരം. ഭഗവാന്റെ ഓരോ ചേഷ്ടകളും മധുരമാണ് അല്ലേ? ഓർത്താൽ തന്നെ മധുരം. അപ്പോൾ കണ്ടാലത്തെ കാര്യം ആലോചിക്കും അല്ലേ? ഏതായാലും ആ ഭഗവാന്റെ പുത്രനായിട്ട് കാമദേവൻ പുനർജനിച്ചു. അദ്ദേഹത്തിന് പ്രദ്യുമ്നൻ നാമധേയം, പ്രദ്യുമ്നൻ എന്ന് നാമധേയം. പറയാൻ കിട്ടില്ലേ? ഒന്ന് പറയൂ നോക്കട്ടെ. പ്രദ്യുമ്നൻ. അപ്പോൾ അദ്ദേഹം 16-ാമത്തെ വയസ്സിൽ ഭഗവാനാൽ വധിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ ചതുർത്ഥിക്ക് ചന്ദ്രനെ കണ്ടാൽ അങ്ങനെ പറയില്ലേ? എന്താ അതിൻ്റെ ഫലം പറയുക? അപവാദം കേൾക്കേണ്ടി വരുന്നാ പറയും. അതിന് മറുമരുന്നുണ്ട് കേട്ടോ, അത് പിന്നെ പറഞ്ഞുതരാം. എത്ര ആൾക്ക് ഉറപ്പുണ്ട് നോക്കട്ടെ. 4 മണി ചായ കഴിഞ്ഞിട്ട് പറയാം. അപ്പം എന്താ
4 മണി ചായ കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണടയിൽ കൂടെ നോക്കുമ്പോൾ കുറേ അധികം ഒഴിഞ്ഞ കസേരകൾ കാണും. അവിടെ തെറ്റിത്തെറിച്ച് 2-3 എണ്ണം കാണും. അങ്ങനെയുള്ള ആളുകളോട് പറയാമെന്നാ പറയുക. അതെ, കാരണം എല്ലാവർക്കും കിട്ടരുത്. ത്യാഗത്തോടു കൂടിയിട്ട് പോവില്ല ഞാൻ എന്ന നിലയിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക്, കാരണം അങ്ങനെ ഇരിക്കുന്ന ആളുകൾ മെനക്കെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കണം. ഇതാണ് എൻ്റെ താല്പര്യം. ഏതായാലും ഭഗവാൻ ചതുർത്ഥി കണ്ടോ എന്നുള്ളത് അല്ല വിഷയം. ഇവിടെ ഒരു പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്രാജിത്ത് എന്നത് വലിയൊരു ഭക്തനാണ്. അദ്ദേഹം സൂര്യോപാസകനാണ്. സൗരോപാസന, ഗാണപത്യോപാസന, ഭൗമോപാസന, ശിവോപാസന, ശക്തിയോപാസന, വൈഷ്ണവോപാസന, ഗാണപത്യോപാസന, അങ്ങനെ ഉപാസനകൾ പല രീതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ഭഗവാൻ സൂര്യനാണ്. കാരണം പ്രത്യക്ഷ ഈശ്വരനാണല്ലോ. അദ്ദേഹത്തിനെ ഉപാസിച്ചിങ്ങനെ ആത്മാർത്ഥമായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകമായിട്ട് ലക്ഷ്യങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല, സ്നേഹം മാത്രമാണ് ഒരു വ്യക്തിക്ക് ഒരു ദേവനോട് എങ്കിൽ ആ ദേവൻ്റെ കൃപയും സാന്നിധ്യവും സമ്പർക്കവും അധികം താമസിയാതെ ആ വ്യക്തിയിലേക്ക് കിട്ടും. മനസ്സിലായില്ലേ? വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ സാധിക്കും, അതെ. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സ് വരുന്നില്ലല്ലോ, അല്ലേ? നമ്മളെന്താ, ഓരോ മുടക്കുകളും കുടുക്കുകളും വരുമ്പോൾ അതിൽ നിന്ന് നിവാരണം ഉണ്ടാവണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, അല്ലേ? അപ്പം ഭാഗവതത്തിന് തന്നെ അടുപ്പിച്ചു പോയി ഇനിയിപ്പോൾ ഒരു പുസ്തകവും കൂടി വാങ്ങാൻ തോന്നിക്കഴിഞ്ഞാൽ എന്താ പറയുക, കുട്ടിയെ ഭക്തിയൊക്കെ പാകത്തിന് മതി കിട്ടുമോ, അല്ലേ? അങ്ങനെ അങ്ങോട്ട് പോയി പോവുമോ എന്നൊരു ഭയമാണ്. അങ്ങനെയൊന്നുമില്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലിരുന്നാലും അവർക്കൊരു പ്രത്യേക കരുത്തും ഒരു ശക്തിയും ഉണ്ടാവും, ഒരു പ്രഭാവം ഉണ്ടാവും എന്ന് പറയാണ്. സാധാരണക്കാരിൽ നിന്നൊരു വ്യത്യസ്തനായിട്ട് മാറും ഈ വ്യക്തികളിൽ എന്നത് അതെ വളരെ പ്രധാനമാണ്. എങ്ങനെ ഇരിക്കുമ്പോൾ സത്രായത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ സൂര്യഭഗവാൻ പ്രത്യക്ഷനായി എന്ന് മാത്രമല്ല, സൂര്യഭഗവാൻ ഒരു കൗതുകവും താല്പര്യവും തോന്നിയിട്ട്, സത്രായത്തെ കുറേ കാലമായിട്ട് താങ്കൾ നമ്മളെ ഭജിക്കുകയാണല്ലോ, ഞാനൊരു സമ്മാനം തരാം. അങ്ങിപ്പോൾ ഇവിടെ വിട്ട് എവിടെയെങ്കിലും ദൂരസ്ഥലങ്ങൾ പോയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ഈ പയ്യനടം, അണ്ടിക്കുണ്ട്, തത്തേങ്ങലും, മണ്ണാർക്കാട് ഇത്രയേ പോയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറമൊക്കെ ലോകമുണ്ട്, അതൊക്കെ കാണണം എന്ന് പറഞ്ഞ് നേരെ അദ്ദേഹത്തിനെയും കൂട്ടി സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ ലോകത്ത് കൊണ്ടുപോയി. എന്താ ഇരുട്ടില്ല, മൊത്തം പ്രകാശല്ലേ, ഭഗവാനെ വല്ലാത്തൊരു അത്ഭുതമാണ്. ആ തൂണുകളും കെട്ടിടങ്ങളും അതിൻ്റെ സീലിങ്ങിലേക്ക് എന്താ പണികൾ, ഭഗവാനെ നവഗ്രഹങ്ങളെ കൊത്തിവെച്ചിരിക്കണോ, രാധാകൃഷ്ണന്മാർ നൃത്തം ചെയ്യുന്ന ഭാഗങ്ങൾ, ജയവിജയന്മാർ കാവിൽ നിൽക്കുന്ന രംഗങ്ങൾ, വൈകുണ്ഠത്തിൻ്റെ ചിത്രം, കൈലാസ ചിത്രം, ബ്രഹ്മദേവൻ ഒപ്പം സരസ്വതി, എന്തൊക്കെ ചുമരി ചിത്രങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോന്നും ഒന്നിനൊന്ന് കൗതുകം. പൂച്ചെടികളൊക്കെയോ മനോഹരമായിട്ടുള്ള നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ. ഉദ്യാനം എന്ന് പറഞ്ഞാൽ പോരാ, എത്ര ചിട്ടയിട്ട് അതിനെയൊക്കെ പരിപാലിക്കണം അറിയോ. ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ആഹാരമോ ഭഗവാനെ, എന്താഹാരം കഴിച്ചാലും ഈ വിരൽ നക്കി വലിക്കാതെ കണ്ട് കൈ കഴുകാൻ തോന്നില്ല എന്ന് പറയണം. അത്ര രുചികരമായിട്ട് കൈപുണ്യത്തോടുകൂടി ആഹാരം ഉണ്ടാകുക, അത്ഭുതപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ പക്ഷെ എന്തെന്നെയാണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇവിടെ നാട്ടിലെ ആ കോർക്കപ്പേരി മണ്ണാർക്കാട് പോരും, അല്ലേ? എപ്പോഴാണ് മണ്ണാർക്കാട് പൂരണ്ടാവുക? മാർഗഴിയിൽ മല്ലിക പൂത്താൽ. അതെ, മനസ്സൻ എവിടെ എത്തി? നാട്ടിലേക്ക് എത്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അവിടെ ചിന്തിക്കാം, കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇരുന്നിട്ട് ഇവിടെ ചിന്തിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പം ചിന്ത മാറി എന്ന് കണ്ടപ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു, സത്രയത്തെ നാട്ടിലേക്ക് പോകണം തോന്നുന്നുണ്ടോ? ഭഗവാനെ അങ്ങനെ ചോദിച്ചാലും അങ്ങനെ ഇല്ല, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഒന്ന് പോയാലോ എന്നൊരു തോന്നൽ എന്നാണ്. ഭഗവാൻ എന്താണെങ്കിലും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ച് യാത്രയാക്കാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്തു. ഒപ്പം എന്ത് ചെയ്തറിയോ, ദിവ്യമായിട്ടുള്ള ഒരു രത്നമണി ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ആരുടെ കയ്യിലാണ് കൊടുത്തത്? പോയില്ലേ, കണ്ടിന്യൂറ്റി പോയില്ലേ. ഇതാണ് മലകൾ ഇളകിലും മഹാജനങ്ങളുടെ മനം ഇളകാം.
എന്തെന്നെ നടന്നോട്ടെ, ആരൊക്കെ വന്നോട്ടെ, അതിലേക്കൊന്നും ആയിരിക്കരുത് ശ്രദ്ധ പോകേണ്ടത്. ശ്രദ്ധ എന്തിലേക്കായിരിക്കണം? ഭാഗവതത്തിലേക്കായിരിക്കണം, ആചാര്യൻ്റെ കണ്ണുകളിലേക്കായിരിക്കണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ? ഭാഗവതം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു സപ്താഹം? പൊക്കോടയും ബജ്ജിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഗംഭീരാക്കിയ, പക്ഷെ ഒരു ദിവസം വട്ടത്തിലുള്ള ബിസ്ക്കറ്റാണ് തന്നത്. അപ്പൊ ഇതിലേക്കൊക്കെ മനസ്സ് നിൽക്കും. അതല്ല, തത്വം ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഒപ്പം വരണം. സത്രാജിത്തിന് അവിടെയാണ് അല്ലേ? സത്രാജിത്ത് എന്ന ഭക്തന് സൂര്യഭഗവാൻ ദിവ്യമായിട്ടുള്ള ഒരു രത്നമണി കൊടുത്തു. ഈ രത്നമണിയുടെ പേര് ശരിക്ക് പഠിച്ചോളൂ, ഇതൊക്കെ ഭാവിയിൽ ഉപയോഗിക്കും. ഒറ്റ ചോദ്യം മതി മാറ്റി മറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ചോദിച്ചാൽ കിട്ടും നമുക്ക് വലിയ സംഖ്യകൾ അല്ലേ? ഓപ്ഷനുകൾ തരും. സമന്തകം, ബി ശങ്കുടു എന്നൊക്കെ പറഞ്ഞിട്ട് 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമന്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരായി, മാർക്കായി, 25 ലക്ഷം കിട്ടും. ചെറിയ സംഖ്യയില്ല. അപ്പോൾ സെമന്തകം എന്ന ദിവ്യരത്നം സത്രായത്തിന് കൊടുത്തു. അദ്ദേഹം സ്നേഹപൂർവ്വം അതുമായിട്ട് വന്നു. ഈ രത്നത്തിന് പ്രത്യേകതയുണ്ട്. അതിനെ ആദരവോടുകൂടി ഒരു പീഠത്തിൽ വെച്ച് ആരാധനം ചെയ്താൽ അതിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് 8 ഭാരം പൊന്ന് ആ രത്നം ഇരിക്കുന്നിടത്തേക്ക് വന്നു ചേരും. 8 ഭാരം. ഒരു ഭാരം എന്ന് പറയുമ്പോൾ 200 കിലോ വരും. അപ്പോൾ 1600ഓളം കിലോ സ്വർണം ഇത് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആകർഷിച്ച് വരും എന്നാ പറയാം. ഏതായാലും ഇപ്പോൾ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ അടിയിൽ അത് ആണോ എന്നൊരു സംശയമൊക്കെ പറയുന്നുണ്ട് ആളുകൾ. ആരുടെ? ഗുരുവായൂരപ്പൻ്റെ. മനസ്സിലായില്ലേ? എത്ര വേണ്ട പറഞ്ഞാലും കുത്തി തുരുകിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടുന്നത് ഭണ്ഡാരത്തിൽ. അത്ര കരുത്താണ്, ആകർഷണമാണ്. അഞ്ജനശലിയും കൂടിയാണല്ലോ. ഏതായാലും അതായിട്ട് വന്നു, പീഠമൊക്കെ പടന്നു, അങ്ങനെ ഇരുന്നു. അപ്പോൾ വലിയൊരു ആദരവും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അവരിങ്ങനെ വരണോ അദ്ദേഹത്തിന്? സത്രേട്ടാ, എന്താ ഈ പറയുന്നത്? കല്യാണത്തി അറിയില്ലേ? കല്യാണത്തിലെ വല്യമ്മേനെ കല്യാണം കഴിച്ചത് കല്ലടി കൊടുന്നാണല്ലോ. അവരുടെ മൂത്ത മകളെ തത്തേങ്കലത്തേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ വലിയ മകൻ കല്യാണം കഴിച്ചത് തത്ത മംഗലത്തിനാണല്ലോ. എത്ര ദൂരം അറിയും. പക്ഷെ എന്നാലും അടുത്ത ബന്ധുവിനെ പോലെ അടുത്ത് വന്ന് പെരുമാറിക്കൊണ്ടിരിക്കണോ. പക്ഷെ വരുന്ന ആളുകൾക്കൊക്കെ ചായയും പലഹാരം കൊടുക്കും, അങ്ങനെ വിടും. അങ്ങനെ അനേകം ആളുകൾ, വിസിറ്റേഴ്സ് ധാരാളം വരാൻ തുടങ്ങിയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ രത്നം കണ്ട് തൊഴാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം കൃഷ്ണൻകുട്ടി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഒരു ദിവസം കൃഷ്ണൻകുട്ടിയും വരണം. അപ്പോൾ ഇദ്ദേഹം ആ സിറ്റ് ഔട്ടിൽ ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ അങ്ങനെ വായിച്ച് കസേരയിലിരുന്ന് കാല് സ്റ്റൂളിൽ വെച്ചിട്ട് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കുക. സൗകര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ആട്ടലൊക്കെ വരും. മനസ്സിലായില്ലേ? അപ്പോഴാണ് ആര് വരുന്നത്? കൃഷ്ണൻകുട്ടി. സാധാരണ ഒരു വ്യക്തി തൻ്റെ ഗൃഹത്തിലേക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടത്? എഴുന്നേറ്റ് നിന്ന് അവരെ ഉപചരിച്ച് അവരെ ഇരുത്തിയിട്ട് വേണം താനിരിക്കാൻ. അങ്ങനെയാണല്ലോ. ഇവിടെ എന്താ ചെയ്തത്? ഒന്നെങ്ങനെ എണീച്ചു, കാലൊന്ന് സ്റ്റൂളൊന്ന് എടുത്തു വെച്ചു. കൃഷ്ണൻകുട്ടി എന്ത് പറയണോ? ഇരിക്കും. താൻ എണീച്ചില്ല. ഭഗവാൻ അതൊക്കെ മനസ്സിലായി. ഏതായിരുന്നു എന്താ വിശേഷം? വഴി മാറിയോ? അല്ല സത്രേട്ട അതന്നെയല്ലേ ഇങ്ങോട്ടുള്ള വഴി? അല്ല, വഴി തന്നെയാണ്. അല്ല, സാധാരണ അങ്ങനെയൊന്നും കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ വിശേഷം? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മുഖവരിയില്ലാത്ത കാര്യം പറയാം. അതാണ് എനിക്കും ഇഷ്ടം. അങ്ങയുടെ കയ്യിലുള്ള ഒരു ദിവ്യമായിട്ടുള്ള രത്നത്തെ പറ്റി കേട്ടു. അത് മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ വരില്ല എന്നറിയാം. പറയൂ. എന്നിട്ട് അല്ല, അപ്പോൾ അതിൻ്റെ ദിവ്യത്വം കൊണ്ട് അനേകം സ്വർണവും മറ്റും ആകർഷിച്ച് വരും എന്നുള്ള ആ വിഭൂതികളെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇതെല്ലാം സൂക്ഷിക്കത്തക്കവണ്ണമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ അങ്ങ് ഒരുക്കിയിട്ടില്ലല്ലോ. ഇല്ല, ഒരുക്കണ്ടേ? കാരണം കള്ളന്മാരുടെ അല്ലേ ഒരു വ്യക്തിയുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ഈ വ്യക്തിയേക്കാൾ അതിനെപ്പറ്റി പഠിക്കുന്നതാരാ? പുതിയൊരു കള്ളനെ ഇപ്പോൾ നോർത്ത് ഇന്ത്യക്കാരന് ഈയിടെ പിടിച്ചുവല്ലോ, ഭീമാഞ്ചൊല്ലക്കാരൻ്റെ വീട്ടിൽ കയറില്ലേ. അവൻ്റെ ഒരു പരിപാടി കേട്ടോ, അത്ഭുതം എന്നാണ്. ഡോക്ടറേറ്റിന് തീസീസ് തയ്യാറാക്കണമാതിരി അത്ര. അവനൊരു വീട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് ചാർട്ട് ഉണ്ടാക്കി പഠിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി കള്ളന്മാരുടെ മൈൻഡ് അങ്ങനെ വർക്ക് ചെയ്യും എന്നാണ്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് രാജധാനിയിൽ കുറച്ച് ദിവസം അതൊന്ന് പൂജിക്കാനായിട്ട് കൊടുത്താൽ അതിൻ്റെ ഐശ്വര്യം കൊണ്ട് രാജ്യം സമൃദ്ധമാവുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൻ്റെ ഗുണമാണല്ലോ. അത് മാത്രമല്ല, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അങ്ങേക്ക് സമ്മാനമായിട്ട് തിരിച്ച് തരികയും ചെയ്യും.
കൃഷ്ണൻകുട്ടി എന്താണെന്നറിയില്ലടോ, ഇക്കുറി ഇടിച്ചക്ക കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. എന്താ പറയണ്ട. ചോദിച്ചത് എന്തിനെ പറ്റിയിട്ടാ? രത്നമണിയെ പറ്റിയിട്ടാ. മറുപടി എന്തിലേക്കാണ്? വിഷയം മാറ്റി. അതൊരു സൂത്ര, വിളവന്മാരുടെ സൂത്ര. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? തനിക്ക് ഇതിൽ താല്പര്യമില്ല, ഈ വിഷയം തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് മാത്രമല്ല, ഞാനേ ഒരു വഴിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നോട് വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ എന്നാൽ പോയിക്കോളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഭഗവാൻ വേഗം എണീച്ചു. ശരി എന്നാ, എനിക്ക് തിരക്കുണ്ട് എന്നും പറഞ്ഞ് അദ്ദേഹം പോയി. ചക്കയൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവും എന്നും പറഞ്ഞു പോയി. വൈകുന്നേരത്തോടു കൂടിയിട്ട് തൻ്റെ സഹോദരൻ പ്രസേനൻ വന്നു, സത്രായത്തിൻ്റെ ബ്രദർ. പറഞ്ഞു, ഏട്ടോ ഇങ്ങടാ, പിന്നെ എനിക്ക് ആ രത്നമണി ഒന്ന് വേണം. ഏത് രത്നമണി? അതന്നെ നമ്മുടെ പൂജാമുറിയിൽ വെച്ചത്. എന്തിനാ അത്? എനിക്കത് ഒന്ന് കഴുത്തിലൊക്കെ ഒന്ന് കെട്ടി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനാ ഫ്രണ്ട്സിനെ കാണിക്കാൻ അത് കഴുത്ത് കെട്ടി നടക്കുന്ന? ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചാൽ ചായയും പലഹാരവും കൊടുത്തിട്ട് അവർ കൊടുന്ന് കണ്ടുപോയിക്കൂടെ? അമ്മോ, ഈ സൗകര്യങ്ങൾ വന്ന ആളുകൾ മാറുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു. ഏട്ടനൊരു രത്നമണി കിട്ടിയപ്പോഴേക്കേ നമ്മൾ പനിയനും കൂട്ടക്കാരൊന്നും. ആ ഉണ്ണി, ഞാൻ അങ്ങനെ പറഞ്ഞല്ലടാ, അതെന്തിനാ അതിൻ്റെ ആവശ്യം? അത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. വേണ്ട വേണ്ട, നമ്മളോടൊക്കെ അത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആളുകൾ സമ്പത്തും സൗകര്യം വന്നാൽ മാറുന്നതുള്ളതൊക്കെ അനുഭവമായി. ഇത് പറഞ്ഞപ്പോൾ സെൻറ്റിമെൻസിൽ കുത്തിയില്ലേ, മൂപ്പർക്ക് ഫീൽ ചെയ്തു. കൊണ്ടുപോയിക്കോ നീ, ഒരു ദിവസത്തെ കാര്യത്തിന് കൊണ്ടുപോയി. പിന്നെ എപ്പോഴും അങ്ങനെ എടുത്ത് കൊണ്ടുപോകണ്ട കേട്ടോ. സന്തോഷമായി. വേഗം പൂജാമുറി കയറി ആ പേടുന്ന ആ രത്നമണി എടുത്തു. അതിൽ നല്ലൊരു കയറൊക്കെ ചെറിയൊരു ചരടൊക്കെ കൂട്ടി കെട്ടി കഴുത്തിനോട് ചേർത്ത്. അങ്ങനെയാണ് ഇതിനെ ഈ കഴുത്തിൽ ചേർത്തി കെട്ടണമെന്നാലേ എല്ലാവരും കാണുള്ളൂ. സ്വാമി കെട്ടിയ മാതിരി ഭഗവാൻ ഏതായാലും ഇങ്ങനെ അത് കെട്ടിക്കഴിഞ്ഞാലത്തെ വിഷമം എന്താ അറിയോ അല്ലേ? ഈ പണ്ടൊരാൾക്കൊരു കല്ല് വെച്ച മോതിരം കിട്ടിയൊരു കഥ പറയും. കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അമ്മായിയുടെ വീട്ടിൽ വിരുന്ന് പോയി. പുള്ളിക്കാരൻ ഇങ്ങനെ, അമ്മായി വലിയവനിപ്പോൾ എവിടെ എത്ര നേരം മൂക്ക് തടവിയിട്ടും എന്താ ഉണ്ണി ഈ മോതിരം എവിടുന്നാ വാങ്ങി എന്താ ചോദിക്കണ്ടേ? ചോദിച്ചില്ലേ? അവർ ദേഷ്യം വന്ന് പോയി വൈക്കോ കൊണ്ടൊക്കെ തീ വെച്ചു. ആ ജ്ഞാനമുള്ളവൻ അത് മോഷ്ടിക്കാനും നിൽക്കില്ല. മനസ്സിലായോ? അപ്പോൾ വായനശാലയിൽ ആൾ കുറവായിരിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? വായനശാലയിലേക്ക് പോയി. അവിടെ കൃതവർമാവ് എന്നൊരു വിദ്വാനും അക്രൂരനും കൂടിയിട്ട് ചന്തുമേനോൻ്റെ ഇന്ദുലേഖ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കയറി വരണം മറ്റേ ആൾ. അപ്പോൾ മറ്റേ ആൾ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഡോ ഡോ ഡോ, വല്ല ആവശ്യമുണ്ടോ നോക്കും. എന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട്, കാത്തു സൂക്ഷിച്ചൊരു, വല്ല ആവശ്യമുണ്ടോ? ഇതങ്ങോട്ട് കേട്ടപ്പോൾ മറ്റേ ആൾക്ക് മാനസികമായിട്ട് വലിയ പ്രയാസമായി. അവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ശതധന്യാവ് എണീച്ചു. ശതധന്യാവിൻ്റെ പിന്നാലെ പോയി കൃതവർമാവ്. അക്രൂരൻ പറഞ്ഞു, ഡോ ശതാ, തന്നെ കളിയാക്കി പറഞ്ഞൊന്നുമല്ലടോ, താനതിൽ ഫീൽ ചെയ്യൊന്നും വേണ്ട, താൻ നല്ലൊരുത്തനാ. തന്നെമാരിയുള്ള നല്ല ഡീസൻറ്റ് പാർട്ടീനെയൊക്കെ മരുവനായി കിട്ടണമെങ്കിലേ കൊടുത്തു വയ്ക്കണം. ആ കൊള്ളരുതാത്തവന് യോഗമില്ല, അത്ര കണക്കാക്കിയാൽ മതി. പക്ഷെ എന്നാലും ശരിയായില്ല. ഒരാൾക്ക് പെണ്ണിനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് വേറൊരാൾക്ക് പിടിച്ചു കൊടുക്കുക, അതൊന്നും തറവാടികൾക്ക് പറ്റിയ പണിയല്ല. താനായതുകൊണ്ട് ഞങ്ങളറ്റായിരിക്കണം. പാവം. ഇത് കേട്ടതും പിന്നെ BP ഇളകി. അങ്ങനെ വലിയൊരു കൊടുവാളും എടുത്തിട്ട് നേരെ ഓടി. എവിടേക്ക്? സത്രായത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ പോയി സത്രായത്തിനെ ശരിയാക്കി. ആ രക്തക്കറയോട് കൂടിയിട്ടുള്ള ആയുധവുമായിട്ട് ഓടി വന്നു വായനശാലയിലേക്ക്. അപ്പോൾ ഇവർ അന്തം വിട്ടു. ശരീരത്തിലൊക്കെ രക്തത്തുള്ളികൾ, ആ ആയുധം കയ്യിലുണ്ട്, അതിൽ രക്തമായിട്ടുണ്ട്. എന്താ ഹേ? അതെ അക്രൂരമാമേ, എന്നെ സഹായിക്കണം. എന്തിന്? ഞാൻ സത്രായത്തിനെ ശരിയാക്കി. നിങ്ങൾ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ കൊല്ലാൻ പറഞ്ഞോ? ഹേ, താനെന്താ ഈ പറയണ? ഞങ്ങൾക്കൊന്നും പറ്റില്ല, ആളെ വിടപ്പാ എന്ന് പറഞ്ഞപ്പോൾ ഇവന് ദേഷ്യം വന്നിട്ട് ആ രത്നം എടുത്തിട്ട് ഒറ്റ കയറും മുഖത്തേക്ക്. ആരുടെ? അക്രൂരൻ്റെ. എന്നിട്ട് ഓടിപ്പോയി. മാർഗമധ്യേ കൃഷ്ണന്റെ മുമ്പിൽ പെടുകയും കൃഷ്ണനാൽ വധിക്കപ്പെടുകയും ചെയ്തു ശതധന്വാവ്. അപ്പോൾ ഏഷണി ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ പണിയാണ്. ഇത് കേട്ടിട്ട് ആലോചിക്കാതെ എടുത്തു ചാടിയാൽ അനുഭവിക്കുന്നത് സ്വയം ആയിരിക്കണം. അതാണല്ലോ ഇതിൻ്റെ തത്വം. ഏതായാലും നാട് വിട്ടുപോയി, കാശിയിൽ പോയി. കാശിയിൽ അച്ഛൻ്റെ നാടാണ്.
അപ്പോൾ ഈ രത്നം വീണ്ടും നഷ്ടമായി. ഈ രത്നത്തെ ചുറ്റിപ്പറ്റിയിട്ട് ചില്ലറ പ്രശ്നങ്ങളല്ല കേട്ടോ. ഈ നിധി രത്നം എന്നൊക്കെ പറഞ്ഞാൽ അർഹതയുള്ള ആളുകളുടെ കയ്യിൽ അത് നിൽക്കൂ, അതല്ലെങ്കിൽ കിട്ടിയാലും അനുഭവപ്പെടാൻ വലിയ പ്രയാസമാണ് എന്ന് പറയണം. ഏതായാലും അങ്ങനെ വീണ്ടും ഷൊഫൽക്കൻ്റെ പുത്രനാണ്, ഇദ്ദേഹത്തിനെ ആളയച്ചു വരുത്തി ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ വന്ന ഉടനെ ചോദിച്ചു, സുഖായിരിക്കുന്നില്ലേ, രത്നമൊക്കെ കയ്യിലില്ലേ എന്ന് ചോദിച്ചു. വീണ്ടും ഭഗവാന്റെ കയ്യിൽ ആ രത്നത്തെ ഏൽപ്പിച്ചപ്പോൾ ഭഗവാൻ തന്നെയാണോ ഇത് ചൂണ്ടിയത് എന്നൊരു സംശയം ചിലർക്കുണ്ടായിരുന്നു, ഏട്ടനടക്കം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഭ കൂടുമ്പോൾ സഭയിൽ വെച്ചിട്ട് തന്നാൽ മതി, കാര്യം താങ്കൾ എന്നെ വിസ്തരിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സഭയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ അനിയൻ അങ്ങനെ അന്നെന്തോ ഒരു ബുദ്ധിമോശനം ചെയ്തു എന്നല്ലാതെ ഒരു സ്ഥിരം ഇങ്ങനെ ഒരു ഉഡായിപ്പിൻ്റെ ആളൊന്നും അല്ല എന്നൊക്കെ മനസ്സിലായി. വലിയ സന്തോഷമായി. അതിൻ്റെ ഇടയിൽ കാളിന്തി സൂര്യപുത്രിയാണ്, ഭഗവാനെ കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാൻ അവളെ സ്വീകരിച്ചു. പിന്നെ മിത്രവൃന്ദ, ഭഗവാനോട് ആരാധന തോന്നി, മിത്രവൃന്ദയെ ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ 8 പത്നികളെ ഭഗവാൻ വിവിധമായിട്ടുള്ള മത്സരങ്ങളിലൂടെ ഒക്കെ ആയിട്ട് അവരെ ജയിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇന്ദ്രൻ ഭഗവാന്റെ സന്നിധിയിൽ വന്നു. നമസ്തേ മഹേന്ദ്ര എന്ന് പറഞ്ഞു ആതിഥ്യം കൊടുത്തു. എന്ത് ആഹാരം കഴിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങനെ വാടിക്കൊണ്ട് ഭഗവാൻ ഒരാളിങ്ങനെ മുമ്പിലിരുന്ന് വാടിക്കൊണ്ട് അതൊരു സുഖല്യായുണ്ട്. എന്താ അങ്ങയുടെ പ്രശ്നം, അതൊന്ന് പറയൂ എന്ന് പറഞ്ഞു. ഭഗവാന് കുട്ടികളൊക്കെ നമ്മളെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക, സമൂഹം മുഴുവൻ ഇൻസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താപ്പോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം നാട്ടുകാർക്ക്? അല്ല അതന്നെ ഞാൻ പറയണം. പിന്നെ ആലോചിച്ചപ്പോൾ ചെറിയൊരു കാരണമില്ല. എന്ത് പറഞ്ഞിട്ടാ ഇൻസൾട്ട് ചെയ്യണേ? എം കെ എന്ന് പറഞ്ഞിട്ട് പറയുക. എം കെ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ ഇനീഷ്യലല്ലേ? അല്ലല്ലോ, പിന്നെ എസ് കെ എന്ന് വേണമെങ്കിൽ വരാം. സ്വർഗം കശ്യപൻ്റെ പുത്രൻ എന്നുള്ള, അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടാണെങ്കിൽ എ കെ അതിഥി കശ്യപൻ, അങ്ങനെയല്ലേ വരേണ്ടത്. ഇപ്പോൾ എം കെ. അപ്പം എം കെക്ക് എന്താ? അതേ എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി, അതെന്താ മാനം കെട്ടവൻ ഭഗവാൻ. അപ്പം എന്താ അതിൻ്റെ കാരണം എന്ന് നോക്കിയപ്പോൾ നരകാസുരൻ സ്വർഗത്തിലേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള അതിഥിയുടെ കുണ്ടലം, ഒരാളിങ്ങനെ ആഢ്യത്വത്തോടുകൂടി ഇരിക്കുക. അതിഥിയമ്മേ കാതിലെ കുണ്ടലം ഒന്ന് വേണമല്ലോ, ഒരെണ്ണം. എന്ത് ധിക്കാരാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് വേഗം ഒരു പിശാങ്കത്തി എടുത്ത് ലതേച്ചി ആ കാതിലത്തെ നിന്ന് ഇങ്ങോട്ട് ഊരിക്കോളൂ കേട്ടോ. അത് ഊരിയാ കിട്ടില്ല. അല്ല എന്നാ പിന്നെ ഞാൻ കാതെടുത്ത് എടുത്തോളാന്ന് പറഞ്ഞാൽ എന്തിനു പറ്റില്ലേ? ആ അവസ്ഥയെ വേഗം ഊരി കൊടുത്തു. കാതറക്കാനാണ് നിൽക്കണതേ, പാവം. മറ്റേത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വരാം, ഇപ്പോൾ ഒന്ന് മതി. എന്താ പറയണം? വെൺകൊറ്റ കൊടയും. ഈ കൊട ഉണ്ടാക്കാൻ കഴിവില്ലായിട്ടല്ല ഇന്ദ്രന്, മനസ്സിലായില്ലേ? കിൻഡൽ കണക്കിന് സ്വർണം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ അപമാനായി. ഒരസുരൻ വന്നിട്ട് തൻ്റെ സദസ്സിൽ നിന്ന് അമ്മയിൽ നിന്ന് ഇതൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തൻ്റെ ആ ഗൃഹത്തിലുള്ള ആളുകളെ പോറ്റാൻ കഴിവില്ലാത്ത താൻ എങ്ങനെ രാജ്യവും മറ്റ് ദേവന്മാരെയും പാലിക്കും? അതാണല്ലോ പ്രശ്നം. ചോദ്യം വരുമല്ലോ, അപമാനം, അതാണ് പ്രശ്നം. എനിക്ക് ഒറ്റയ്ക്ക് അവനെ എതിരിടാനുള്ള കെലുപ്പില്ല, അതുകൊണ്ട് ഭഗവാൻ സഹായിക്കണം ഹരേന്ന് പറഞ്ഞു. ഭഗവാൻ ശരി, വിഷമിക്കണ്ട, ഞാൻ നോക്കാം. വൈനതയനെ വിളിച്ചു. ഗരുഡൻ, വൈനതയൻ, താർഷ്യൻ, സുപർണൻ എന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പോൾ സഹായിക്കാം. അദ്ദേഹം വന്നു. അവൻ താമസിക്കുന്നത് ത്രിദുർഗങ്ങൾക്ക് മധ്യത്താണ്. ത്രിദുർഗം എന്ന് വെച്ചാൽ 3 തരം ദുർഘടങ്ങൾ: ജലദുർഗം, അഗ്നിദുർഗം, ഗിരിദുർഗം. മനസ്സിലായില്ലേ? പ്രാഗ്ജ്യോതിഷപുരം അവിടെയാണ് താമസം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആസാം. പ്രാഗ്ജ്യോതിഷപുരം പേര്, പഴയ പേര്. അപ്പോൾ ധാരാളം മലനിരകൾ, അതാണ് ഗിരിദുർഗം. ജലം പരന്നൊഴുക, ബ്രഹ്മപുത്ര നദി, ജലദുർഗം. പിന്നെയോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടുതലാണ്, ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, കത്തിയാൽ നിന്ന് കത്തും ആണ്. അങ്ങനെ 3 ദുർഗങ്ങളുടെ മധ്യത്തിലാണ് ഇവൻ്റെ താമസം ആണ്. അപ്പോൾ നേരെ വൈനതയൻ ഭഗവാനെ എടുത്ത് പറന്ന് അവിടെ ഇറങ്ങിയെന്ന് മാത്രമല്ല, ഒരു കോട്ടയുണ്ട്, കോട്ടയുടെ ചുറ്റും കിടങ്ങുണ്ട്. കിടങ്ങും ഇതെല്ലാം രക്ഷിക്കുന്ന ഒരു അസുരൻ മുരൻ.
5 ശിരസാണ്. 5 ശിരസോട് കൂടിയിട്ട് മുരൻ അഗ്നി ഉൽപ്പാദിപ്പിച്ച് ഭഗവാനെ ദഹിപ്പിക്കാനായിട്ട് അഗ്നി അങ്ങ് പുറപ്പെടുവിച്ചപ്പോൾ ഉഷ്ണം തുടങ്ങിയ ഭഗവാൻ വേഗം അവനെ ഒതുക്കാനായിക്കൊണ്ട് ദിവ്യാസ്ത്രം വലിച്ചൂരിയിട്ട് ഒന്ന് ഊരിയാലും 5ആയിട്ട് ഭാഗിച്ച് ഇവൻ്റെ പൊളിച്ച വായിലേക്ക് പോയി തറച്ചു. അങ്ങനെ അഗ്നി ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ആ വായിലേക്കൊക്കെ ആ അസ്ത്രം കയറി മുരൻ വധിക്കപ്പെട്ടു. അങ്ങനെ ഭഗവാന് മുരാരി എന്ന നാമധേയുണ്ടായി. അപ്പോൾ 1-2 ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആ മഹാദുഷ്ടനെ കൊന്നതിൽ വലിയ സന്തോഷമുണ്ട് ഭഗവാനെ. അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ ഭൂമിയിലെ ഭൂഗർഭ അറിയുണ്ട്, അവിടെ കുറേ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളൊന്നും അവിടെ പോയിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അവിടേക്കും കൂടി ഒന്ന് വന്നിട്ട് ഭഗവാൻ അവിടുത്തെ ബന്ധിക്കപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കണം, രക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയൊക്കെ ഒരു 10-18,000-ത്തിലധികം മുറികളുണ്ട്. അതിൽ 16,000 മുറികൾ ഏതാണ്ട് ഒരേ ശൈലിയിൽ പണിതിട്ടുണ്ട്. ഓരോ മുറിയിലും ഓരോ കന്യകമാർ. അവരെയൊക്കെ പൂട്ട് തുറന്നു വിട്ടു. അങ്ങനെ 16,000 പെണ്ണുങ്ങൾ ഇവൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടു. സന്തുഷ്ടനായി. ഇദ്ദേഹത്തിൻ്റെ മകൻ, അവൻ്റെ പേര് നരകാസുരൻ്റെ പേര് ഭഗദത്തൻ, അവനെ രാജ്യഭാരം ഏൽപ്പിച്ചു. ഭൂമിദേവിയിൽ ഇദ്ദേഹത്തിന് ആദ്യം വരാഹാവതാര കാലത്തുണ്ടായിട്ടുള്ള കുട്ടിയാണ്. അവനെ രാജ്യഭാരം ഏൽപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ പെണ്ണുങ്ങളോടൊക്കെ സന്തോഷമായില്ലേ എന്ന് ചോദിച്ച് തൊഴുത് വാഹനത്തിൽ കയറാൻ വന്നപ്പോൾ ഈ 16,000 എണ്ണവും കൂടി വന്ന് ഭഗവാനെ ചുറ്റി വളഞ്ഞിട്ട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾക്ക് രക്ഷിതാവും ശാസിതാവും നാഥനും എല്ലാം അങ്ങ് തന്നെയാണ്, അങ്ങ് തന്നെ ആവണം. അതെന്താ ഭഗവാനെ? വേറൊന്നല്ല കേട്ടോ, ഞാൻ 5 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ദുഷ്ടനെ ബലമായിട്ട് പിടിച്ച് കയറ്റി കൊണ്ടുവന്നതാ. അപ്പോൾ 7, 5, 12, 12, 5 എത്രയാണ്? എന്ത് 17? അതെ, ഇതാണ് ഇപ്പോൾ നടക്കണതേ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം 1 മാസം ആണെങ്കിൽ പോലും ഒരു അന്യഗ്രഹത്തിൽ ഒരു വ്യക്തി താമസിച്ചിട്ട് അന്തി ഉറങ്ങിയിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ സമാജം വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമല്ലേ? വാക്കുകൾ വേണ്ട, ദൃഷ്ടി കൊണ്ട് കൊന്നളയും, ഇല്ലേ? ഇല്ല തോന്നുന്നുണ്ടോ? പാവം. അപ്പം അതുകൊണ്ട് പ്രഭോ, അങ്ങ് തന്നെ ഞങ്ങളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓർമ്മ വന്നു പൂർവേനോ. അതിലൊരു കഥയുണ്ട്, കഥയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. എന്താറിയോ? ലോകക്ഷേമത്തിനായിക്കൊണ്ട് കഥ ഇത്തിരി സ്പീഡ് കൂട്ടാട്ടോ, അല്ലെങ്കിൽ തീരില്ല. ഒരുപാട് കഥകളാണ്. ഭാഗവതം ശരിക്കും 7 ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതൊരു മിനിമം 10-12 ദിവസം ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഒപ്പിക്കാം, അത്രേ പറ്റില്ല. പക്ഷെ ഇതിനൊരു ക്രമമുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അങ്ങനെ പോവാം. ഏതായാലും അങ്ങനെ പൂർവ്വജന്മത്തിൽ നരനാരായണന്മാരായിട്ട് അവതരിച്ച ഒരു കാലഘട്ടത്തിൽ ലോകക്ഷേമത്തിനായിക്കൊണ്ട് ഇവർ തപസ് ചെയ്തു. അന്ന് ഇവരുടെ തപസ് ഇളക്കാനായിക്കൊണ്ട് രംഭാമേടം, തിലോത്തമാമേടം മുതലായിട്ടുള്ള ആളുകളെയൊക്കെ അയച്ചു. അവർ താകൃതകൃതി, തിത്തൃകൃതി എന്ന് പറഞ്ഞിട്ട് നൃത്തമൊക്കെ വെച്ചു. ഏതായാലും മുട്ടും കയ്യും കാലൊക്കെ ഇളകി വിഷമിച്ചു എന്നല്ലാതെ ഇവരുടെ മനസ്സൊന്നും ഇളകിയില്ല. അഭിമാനിയായിട്ടുള്ള നാരായണന് ഒരു കുസൃതി തോന്നി. എന്തറിയോ? ഇന്ദ്രൻ്റെ ആ പ്രഭാവത്തെ പറ്റി ഇവർക്കൊരു ബോധ്യം കൊടുത്തളയാന്ന് പറഞ്ഞ സങ്കല്പം കൊണ്ട് തൊടയിലൊന്ന് തൊട്ടൊന്നെടുത്തപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള തിലോത്തമ എന്നൊക്കെ പറഞ്ഞ, തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ്, അറിയാലോ അല്ലേ? തിലോത്തമ. ഈ തിലോത്തമ ഉണ്ടാക്കിയത് എങ്ങനെ അറിയോ? എല്ലാ പ്രപഞ്ച സൗന്ദര്യ വസ്തുക്കളിൽ നിന്നും എള്ളോളം 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 എടുത്തിട്ടുണ്ടാക്കിയ ആളാണ് തിലോത്തമ. അങ്ങനെയുള്ള തിലോത്തമ പോലും അത്ഭുതപ്പെടുന്ന ആയിട്ടുള്ള സൗന്ദര്യം ഊരു എന്നാണ് തുടക്കി പറയുക. ഊരുവിൽ നിന്ന് ഉത്ഭൂതയായതുകൊണ്ട് അവളെ ഉർവശി. വീണ്ടും എത്ര പേരുണ്ടോ അത്ര പേരെയും കൂടി നിർമ്മിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇവരെ നിങ്ങൾക്ക് എടുക്കാം, കൊണ്ടുപോവാം, നിങ്ങളുടെ പ്രഭുവിന് കൊടുത്തേക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇനി എന്തു വേണം ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ കുടുങ്ങി. അതൊരു അഭിമാനമായല്ലോ ചോദ്യം. പെണ്ണുങ്ങളൊക്കെ പാടുകൂടി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഞങ്ങളെ ഭാര്യമാരായി സ്വീകരിക്കണം. അങ്ങനെ ഒരു കൊലച്ചതി പിരിച്ചിരിക്കുന്നു വിചാരിച്ചു. ചോദിച്ചു കുടുങ്ങുകയും ചെയ്തു. അപ്പം അനിയനെ വിളിച്ചു. അനിയൻ നരനാ. നരാ, ഏട്ടാ, ഈ പെണ്ണുങ്ങളിപ്പോൾ കല്യാണം കഴിക്കണം എന്നാ പറയണ. ആ, ഏട്ടൻ കെട്ടിക്കോളൂ.
എടാ ഉണ്ണി, നമ്മൾ ഈ തപസ്സികളായിട്ടിരുന്ന 1000 വർഷത്തിലധികം തപസ്സിട്ടിരുന്നിട്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഫാമിലിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, മുകളിലേക്ക് പോകുക. ഇപ്പോൾ മാരുതി കാറുള്ളവൻ കുറച്ചുകൂടി കേമമായിട്ടുള്ള വേഗണാറോ അവിടെ നിന്ന് അപ്പുറം പോയിട്ട് ഒരു ക്രീറ്റയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പോവുക, യാരിസോ അങ്ങനെ പോകുക എന്നല്ലാതെ കണ്ട് പിന്നെ M80 വാങ്ങുക എന്ന് പറഞ്ഞാൽ കാര്യം വിഷമമാണ് അല്ലേ. അപ്പോൾ താഴോട്ടല്ലല്ലോ വരേണ്ടത്, അപ്ഗ്രേഡ് അല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് അതാ പറഞ്ഞത്, അത് വിഷമാണ്. ആളുകൾ ഹസിക്കും, പരിഹസിച്ച് ഹസിക്കും. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു സൂത്രം പറയും. അല്ല ഉണ്ണി, വേറൊരു സംശയം ഉണ്ടടാ. എന്താ ഈ പെണ്ണുങ്ങൾ ശാപം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? പിന്നെ സ്ത്രീ ശാപം എന്ന് പറഞ്ഞാൽ മൂപ്പര് എൻ്റെ മുളക് തേക്കണമായിരിക്കും, ഒന്നും കൂടി എരിവ് കൂട്ടുക. എടാ, രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറ. പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസമാണ്, പക്ഷേ എന്നൊരു നേക്കിൽ കൈകാര്യം ചെയ്യണം, കുഴപ്പമില്ല. എന്താ അറിയോ, ശാപം നടക്കാൻ പാടില്ല, സൂത്രത്തിൽ എസ്കേപ്പ് ആവുക, നൈസിൽ ഒഴിവാക്കുക, അതേ പറ്റൂ. ഏതായാലും ഇവരോട് പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിൽ അനുരാഗമുള്ളതായിട്ട് അറിഞ്ഞതിൽ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു ജന്മത്തിൽ ഞങ്ങൾ തപസ്യായിട്ട് കഴിഞ്ഞുകൂടെയാണല്ലോ, അതുകൊണ്ട് ഈ ജന്മം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. വരും ജന്മത്തിൽ നിങ്ങളെയൊക്കെ ഞാൻ പത്നിമാരായിട്ട് സ്വീകരിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്തു. ഈ പെണ്ണുങ്ങളൊക്കെ പാടുകൂടിയിട്ടാണ് പുനർജനിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഭർത്താവായി കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് കഴിയുന്നത്. അപ്പോൾ അവരാണ് ഈ 16,000 എണ്ണ. അപ്പോൾ എന്താ ചെയ്യാ, തള്ളാൻ പറ്റില്ല അല്ലേ, നേരത്തെ താൻ കൊടുത്ത വാക്കാണ്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തറിയോ, ഈ 8ൻ്റെ ഒപ്പം 16,000 കൂടിയിട്ട് അങ്ങനെ കൂടി. അപ്പോഴേക്കും അതിൽ മക്കളായി ഇങ്ങനെ കൂടി. അതിന് ചില ആളുകൾ ഒന്ന് ഭഗവാനെ ഒന്ന് മുറുക്കിയിട്ടോ. എന്താ അറിയോ, ഭഗവാനെ ഇന്നലെ ലളിത ചേച്ചി വന്നിരുന്നു. അതെയോ? ഓ നന്നായി, സുഖായിരിക്കില്ലേ? അല്ല ലളിത ചേച്ചി ഒരു കാര്യം ചോദിച്ചേ. എന്തേ? അല്ല കുട്ടികളെ, വിശേഷമൊന്നും ആയില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു. പാവം. ഭഗവാൻ ഇവരുടെ പ്രേരണ കാരണം കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. ഓം ത്വൽപാദംബുജമർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്നഹം ത്വാമീശം ചരണം വ്രജാമി വജസ ത്വാമേവ യാചേ വിഭോ വീക്ഷാമി ദിശചാക്ഷുഷിം സകരുണാം ദിവ്യൈശ്ചിരം പ്രാർത്ഥിതം ശംഭോ ലോകഗുരോ മദീയ മനസ് സൗഖ്യോപദേശം കുരു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാൻ കണ്ണുമഴിച്ചു, സന്തോഷായി. കൃഷ്ണ, വീട്ടുകാരുടെ പ്രേരണ അല്ലേ, മനസ്സിലായി. വിഷമിക്കണ്ട, അങ്ങ് ആഗ്രഹിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ മക്കള് അങ്ങയിൽ നിന്നുണ്ടാവും. എല്ലാ പത്നിമാരിലും 10 മക്കളുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരനുഗ്രഹം. ഇതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം രുക്മിണീ ദേവിയെ ഭഗവാൻ ഇങ്ങനെ കട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പത്നിമാരും എങ്ങനെയൊക്കെയാണ് തൻ്റെ പ്രഭുവിനെ സ്നേഹിക്കേണ്ടതെന്ന് മത്സരിക്കുകയാണ്, സേവിക്കാൻ മത്സരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചു. എന്താണ്? ഒന്നുമില്ല, വെറുതെ എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ ഒരു ചിരി? ചിരിക്കാൻ പാടില്ല. അല്ല, എന്തോ ഒരു അർത്ഥം വെച്ച ചിരിയാണല്ലോ. അങ്ങനെ അല്ല, ഒന്നുമില്ല. രുക്മിണിക്ക് അബദ്ധം പറ്റിയോന്നൊരു സംശയം. എനിക്കെന്താ അബദ്ധം പറ്റുന്നത്? അല്ല, നല്ല സൗകര്യങ്ങളും റബ്ബർ എസ്റ്റേറ്റും തെങ്ങും തോട്ടും വലിയ ഫ്ലാറ്റുകളൊക്കെ ഉള്ള ആളുകളൊക്കെ കെട്ടാൻ മത്സരിച്ചിരുന്നുവല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു എന്നെയാണല്ലോ നീ കെട്ടിയത്. അതാലോചിച്ചപ്പോൾ ലേശം വട്ടില്ലേ, അബദ്ധം പറ്റിയതാണോ? എനിക്കൊരബദ്ധവും പറ്റിയില്ല, ഞാൻ നല്ലോണം തീരുമാനിച്ചിട്ട് തന്നെ കെട്ടിയത്. അല്ല, പറയാണ് ശിശുപാലിലും ഇവരൊക്കെ ദന്തഭക്തറിനൊക്കെ നോക്കൂ, എന്നെ മാതിരിയൊന്നുമല്ലോ, എന്നെക്കാൾ നല്ല ചുരുണ്ട മുടിയല്ലേ, നല്ല കളറല്ലേ അദ്ദേഹമൊക്കെ. എന്നിട്ട് എന്നാൽ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാം, അപ്പോൾ പേരക്കുട്ടികളല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴും അവർക്ക് താല്പര്യം വിട്ടിട്ടില്ല കേട്ടോ. നാമപരവകര് ഊന്നല് സീരിയസ് ആയിട്ടാണ് ഭഗവാൻ പറയണതെന്ന് കണ്ടപ്പോൾ മോഹാലസ്യപ്പെട്ടു വീണു എന്ന് പറയാ രുക്മിണി. ഭഗവാൻ വീണ്ടും വാരിയെടുത്ത് മടിയിൽ കിടത്തിയിട്ട് മുഖം ഒഴിഞ്ഞ് വെള്ളം തെളിച്ച് ആ ശിരസിലൊക്കെ കൈവച്ച് തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ
രുക്മിണി ദേവി എണീച്ചുകൊണ്ട് പറഞ്ഞു. അത് ചില തത്വകാര്യങ്ങളാണ് പറഞ്ഞത്. പ്രഭോ, അങ്ങ് പറഞ്ഞു കുറേ ആളുകൾ നമ്മളെ താല്പര്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ സംശയമായിട്ട് തിരിച്ചു ചോദിക്കുകയാണ്. എനിക്ക് രാജ്യമില്ല, ഒന്നുമില്ല, അധികാരമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ ഭിക്ഷുക്കളാണ് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ആ തലത്തിൽ ഉയർന്നവർക്കല്ലേ ഭഗവാന്റെ സുഹൃത്തുക്കളാവാൻ സാധിക്കൂ, അല്ലേ? ഉള്ളവനും ഇല്ലാത്തവനുമല്ലാതെ ഉണ്ടായിട്ടുള്ളതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുക എന്നത് നല്ല ധീരന്മാർക്ക് സാധിക്കുന്നതാണ്. കാരണം ഒരു സ്വാമിയാവുക എന്ന് പറഞ്ഞ ആളുകളുടെ ധാരണ എന്താ പറയുക, ഒന്നിനും പറ്റാത്തവരാ സ്വാമി എന്നല്ല. എല്ലാ വിളവും കഴിഞ്ഞ് അതൊന്നുമല്ല ശരി എന്നറിഞ്ഞിട്ട് ആത്മരസത്തിൻ്റെ സ്വാദറിഞ്ഞാൽ പിന്നെ 6 രസങ്ങളും കൈക്കും. ആത്മാനുഭൂതിയുടെ ചെറിയൊരു അംശാംശമെങ്കിലും അനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. മുഖ്യത്വം ഏതിനു വരും? ഭഗവാന് വരും. അങ്ങനെ ധീരന്മാരായിട്ടുള്ള ആളുകൾ ഭൗതികമായിട്ടുള്ള ഭോഗങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് ഒരു സാധുവായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള സാധുക്കൾ ആ തലത്തിൽ ഉയർന്നവർക്കല്ലേ അങ്ങയെ ഉൾക്കൊള്ളാൻ സാധിക്കുക, അങ്ങയെ അറിയാൻ സാധിക്കുക. സ്വന്തം ശരീരത്തിൽ വിശ്വാസവും അതിൽ കുടികൊള്ളുന്ന ആത്മാവിനെ അറിയാതെ കണ്ട് മ്ലേച്ഛമായിട്ടുള്ള പുറത്തേക്ക് വമിക്കുന്നതായിട്ടുള്ള എല്ലാ വസ്തുക്കളും വിസർജ്യങ്ങളാണ്. അങ്ങനെ വിസർജ്യങ്ങളുടെ ഒരു കൂടാരമായിട്ടുള്ള 12 ധാതുക്കളെ ചെറിയൊരു തോൽ സഞ്ചിയിൽ പൊതിഞ്ഞ ഒരു വസ്തുവിനെ സൗന്ദര്യം എന്ന് തെറ്റിദ്ധരിച്ച് ആനന്ദം ലഭിക്കും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ ആകർഷനാവുന്ന ശിശുപാലൻ എവിടെ കിടക്കുന്നു? ആത്മാരാമനായിട്ടുള്ള അവിടുന്ന് എവിടെ കിടക്കുന്നു? അരേ, ഭഗവാൻ ചിരിച്ചു. അപ്പോൾ പ്രഥമ പത്നി എന്നൊരു നിലയിലുള്ളൊരു സ്ഥാനം രുക്മിണിക്ക് കൊടുത്ത് ഭഗവാൻ അവളെ ആശ്ലേഷിച്ചു എന്ന് പറയാണ്.